നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഇന്ന് നേരം വെളുത്തപ്പോ മീഡിയകളിൽ ഒരു വാർത്ത കണ്ടു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന വിവാദ പരാമർശവുമായി സ്കൂൾ ഉടമ തൃശൂർ മാള ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസ് ആണ് വിവാദ പരാമർശം നടത്തിയത്. സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എല്ലാ കുട്ടികളും എത്താത്തതാണ് പ്രകോപന കാരണം. രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സന്ദേശം പങ്കുവച്ചത്. ആഘോഷം നടത്താൻ 1 ലക്ഷം രൂപ ചെലവായെന്നും അവധിയെടുത്ത കുട്ടികളെ വിശദീകരണം നൽകാതെ സ്കൂളിൽ കയറ്റില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. കേരളത്തിന്റെ മാള എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഉടമയുടെ ഒരു വോയിസ് സന്ദേശമാണ് ഈ പറയുന്ന ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞത്. പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കേട്ടില്ല. അവർ വന്ന എക്സ്പ്രഷൻ പറഞ്ഞ് എന്നെ നേരിട്ട് കണ്ട എക്സ്പ്രഷൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരെ ധിക്കരിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്. അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അവസരപ്പെടവില്ല. എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് വേണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ വന്നത്. അത് തന്നെ അവരുടെ കുട്ടികൾക്ക് ന്യായപ്പെടുത്തിയിരുന്നത്. ആ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ വ്യക്തമായ കാരണം തരണം. അങ്ങനെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോട്ടെ എന്നാണ് ഈ തീവ്രവാദി പറയുന്നത്. പാകിസ്ഥാൻ തീവ്രവാദിക്കുണ്ടായ സ്കൂളിന്റെ ഉടമ പറയുന്നത് അവരൊക്കെ വേറെ വല്ല രാജ്യത്ത് വല്ല പാകിസ്ഥാനിലും പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അവസരപ്പെടവില്ല. ഇവന്റെ അമ്മയെ ഉണ്ടാക്കിയവൻ ഇവന്റെ തന്ത പാകിസ്ഥാനിയാണോ? ഈ തീവ്രവാദി വിട്ടാ പാകിസ്ഥാൻ കുറെ തീവ്രവാദി രാജ്യത്തെ കൂട്ടിക്കൊടുത്ത കുറെ തീവ്രവാദികൾ പറയുന്നത് എന്ത് പറഞ്ഞാലും പാകിസ്ഥാനിൽ പോട്ടെ എന്നാണ്. എടാ, തന്തയ്ക്ക് പിറക്കാത്തവനെ, നിന്റെ തന്ത ആരാണെന്ന് നിന്റെ തള്ളയോട് ആദ്യം ചോദിക്കണം. നിന്റെ തള്ള നിന്നെ പറയാനുള്ള കാരണക്കാരൻ നിന്റെ തന്തയായിരിക്കും. മിക്കവാറും അത് പാകിസ്ഥാനിയായിരിക്കും. അതോ നിന്റെ അമ്മ പാകിസ്ഥാനിൽ പറയാൻ കിടക്കുന്നുണ്ടോ? പന്ന തീവ്രവാദി ആ സ്കൂളുടെ ഉടമയോടാ പറയുന്നത് കേട്ടോ. അതായത് ഈ സ്കൂളുടെ പ്രിൻസിപ്പാളോ അതുപോലെ തന്നെ അധ്യാപകരോ മറ്റുള്ളവരൊന്നും പറയുന്നതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ട് സ്കൂൾ ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശമാണ്. കേരളത്തിലെ മാള സ്കൂളിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ വ്യക്തമായ കാരണം തരണം. അങ്ങനെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അവർ പാകിസ്ഥാനിൽ പോട്ടെ. ഈ തീവ്രവാദി ആരാ പറയാൻ? ഈ തീവ്രവാദിയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ ഇന്ത്യ മഹാരാജ്യം? കുറെ തീവ്രവാദികളുണ്ട്. എന്തു പറഞ്ഞാലും പാകിസ്ഥാനിൽ പോട്ടെ എന്ന് വർഗീയ വിഷം ചീറ്റുന്ന കുറെ തന്തയ്ക്ക് പിറക്കാത്ത തീവ്രവാദികൾ. അതായത് പറയുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലെങ്കിൽ, ഇന്ത്യ മഹാരാജ്യത്ത് 150 കോടിയിൽ പരം ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായം ഇല്ലെങ്കിൽ, ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത തീവ്രവാദികൾക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ തീവ്രവാദികൾക്ക് വർഗീയത വരണം, മതം കുത്തിവെക്കണം. ഈ 20 കോടിയിൽ പരം മുസ്ലിങ്ങൾ, ഇന്ത്യ രാജ്യത്ത് 100 കോടിയിൽ പരം മനുഷ്യരുള്ള ഹിന്ദുക്കളുള്ള ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ പോവുകയാണെന്ന് എന്നും പറഞ്ഞ് കുറെ തീവ്രവാദികൾ രാജ്യത്ത് ഈ മീഡിയകളിലൂടെ ഈ ചാനലുകളിലൂടെ ഈ പ്രസംഗിക്കുന്നുണ്ട്. കുറെ തന്തയ്ക്ക് പിറക്കാത്ത തീവ്രവാദികൾ. ഞങ്ങൾക്ക് ആർക്കും ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ഒരിക്കലും ഒരു ആഗ്രഹവുമില്ല. ഈ തീവ്രവാദികൾ മറ്റുള്ള സഹോദരന്മാരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്തയ്ക്ക് പിറക്കാത്ത തീവ്രവാദികൾ. ആ തീവ്രവാദികൾപ്പെട്ട ഒരു തീവ്രവാദിയാണ് ഈ മാളയിലെ സ്കൂളിന്റെ ഏതൊരു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒരു ഓണറോ ഏത് തന്തയ്ക്ക് പിറക്കാത്തവനാണെങ്കിൽ ശരി, അവനെക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ആ തീവ്രവാദിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നീ അങ്ങനെ ആകാശത്തിന് 50 വയസ്സിൽ പിറന്നവരല്ലോ. 10 മാസം നിന്നെയും ഗർഭം ചുമന്നതല്ലേ നിന്റെ തള്ള, അല്ലേ? തന്ത പാകിസ്ഥാനിയോ തീവ്രവാദി ആയിക്കോട്ടെ, നീ കേരളത്തിൽ ജനിച്ചവനായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള നീ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും കറക്റ്റായിട്ട് നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? നായേ, ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും കറക്റ്റായിട്ട് നീ സ്കൂളുകളിൽ പോയിട്ടുണ്ടോ? നീ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടോ? തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം പറയുന്ന നായേ, നീ ആരാടാ? നിന്റെ കയ്യിൽ കുറെ കോടികളുണ്ടാവും, കുറെ 1000 കോടിയിൽ പരം സ്വത്തുകൾ ഉണ്ടാവും എന്ന് വെച്ചാൽ നീ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുമോ? നീ റിപ്പബ്ലിക്കിന് വിരുദ്ധമായി പ്രവർത്തിക്കുമോ? ഈ രാജ്യത്തിനൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനത്തിന് മുകളിലാണോ തന്തയ്ക്ക് പറക്കാത്തവൻ നീ ആരാണ് പാകിസ്ഥാനിൽ പോകാൻ പറയാൻ? ഈ പരമാവധി എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജനുവരി 26-നും ഓഗസ്റ്റ് 15-നും തീർച്ചയായിട്ടും സ്കൂളിൽ വരണം. അത് വന്ന് ആ വിഷയത്തിൽ സംഭവത്തിൽ പങ്കെടുക്കണം. അതാണ് അതിന് ശരി. പക്ഷെ വരാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാവും, യുക്തിവാദികളുണ്ടാവും. അവരൊക്കെ ഉണ്ടാകും. പല സാഹചര്യങ്ങളും പല കാരണങ്ങളും ഉണ്ടാകാം.
സ്കൂളിലേക്ക് ഈ ഓഗസ്റ്റ് 15 പോലുള്ള പരിപാടിക്ക് വരാൻ പറ്റാത്ത കാരണങ്ങൾ പലതും ഉണ്ടാകാം. ഇവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി ഇവരാരാണ് തന്തയ്ക്ക് പറക്കാതെ? നിന്റെ അമ്മ അവിടെ തൂറാൻ നിൽക്കുകയാണോ? അതോ അവിടെ അമ്മ പെറ്റി കിടക്കുന്നുണ്ടോ? പാകിസ്ഥാനിൽ പോയി നിന്റെ അമ്മയെ കാണാൻ നായേ? ഇവന്റെ സ്കൂൾ ബഹിഷ്കരിക്കുക. ഇപ്പൊ നിലവിൽ ഇവന്റെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തുടരുക. പിന്നെ വരും കാലങ്ങളിൽ ഇനി അടുത്ത കോഴ്സിന് ഒരു വിദ്യാർത്ഥികളും ആ സ്കൂളിൽ പോയി പഠിക്കരുത്. ഇവൻ 1-ാം നമ്പർ തീവ്രവാദിയാണ്. ഇവന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ പിന്നിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് ഇവന്റെ സാമ്പത്തിക സ്രോതസ് NIA കൊണ്ട് ED കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇന്റലിജൻസ് വരണം. കേരളത്തിലെ വിജിലൻസ് പോട്ടെ, പോലീസുകാർ പോട്ടെ, സ്പെഷ്യൽ ബ്രാഞ്ച് പോട്ടെ, രഹസ്യാന്വേഷണ വിഭാഗം ഈ തീവ്രവാദിയുടെ സ്രോതസ് എന്താണ്, ഈ തീവ്രവാദിക്ക് എവിടെ നിന്ന് എത്രത്തോളം പണം വന്നത്, ഇവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നും അറിയണം. ഇവൻ രാജ്യത്തിരിക്കേണ്ടവനല്ല. ഇവനാണ് പാകിസ്ഥാനിൽ പോകേണ്ടവൻ. രാജ്യത്തെ കൂട്ടിക്കൊടുത്തവർ പാകിസ്ഥാനിൽ പോകണം. ഇന്ത്യ രാജ്യത്തിന്റെ ഞാൻ ഇന്ത്യൻ സ്നേഹിയാണെന്ന് ലോകത്തിന് മുന്നിൽ മുറവിളി കൂട്ടി പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ പട്ടാള രഹസ്യം പോലും 5000 രൂപയ്ക്ക് കൂട്ടിക്കൊടുത്ത തീവ്രവാദികളുടെ പിന്മുറക്കാരനാണ് ഇവൻ പിന്മുറക്കാരനാണ്. ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തവരുടെ പിന്മുറക്കാരനാണ്. ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ ആസനം താങ്ങിയാണ് ഇവൻ ഒരിക്കലും കേരളത്തിൽ ഇരിക്കേണ്ടവനല്ല. ഇവനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള തീവ്രവാദികൾ കേരളത്തിൽ ഒരു സ്കൂളും നടത്തരുത്. ഇവൻ ഇങ്ങനെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന സമീപനം കാഴ്ചവെക്കുന്ന, അതും സ്കൂൾ ഗ്രൂപ്പിലൂടെ ഇവൻ ഇങ്ങനെ വിഷം ചീറ്റുകയാണെങ്കിൽ ഇവനെ കരുതിയിരിക്കണം കേരളമേ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴേ ഞങ്ങള് നല്ലപോലെ അന്തസ്സോടെ കേരളത്തിൽ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അവനവന്റെ രാജ്യം തന്നെയാണ് എല്ലാം, പാകിസ്ഥാനൊന്നുമല്ല. കുറെ തീവ്രവാദികൾക്ക് പാകിസ്ഥാനില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്ക് വർഗീയത തുപ്പണമെങ്കിൽ മുസ്ലിങ്ങൾ വേണമല്ലോ. ഇവിടെ മുസ്ലിങ്ങൾ ആരോടും ഒന്നിനും പോകുന്നില്ല. തീവ്രവാദികളാണെങ്കിൽ മുസ്ലിങ്ങളെ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും കുറെ സെക്ഷൻ. ഇപ്പൊ ഈ തീവ്രവാദി എല്ലാവരും പാകിസ്ഥാനിൽ പോട്ടേന്ന്. ഇങ്ങനെയുള്ളവരെ ഒന്നും വെച്ചു പൊറുപ്പിക്കരുത്. ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാർ ശക്തമായി മുന്നോട്ട് വരണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എടാ തീവ്രവാദി, നിന്നെ പോലെയുള്ള നിന്റെ ആസനം പൃഷ്ഠം താങ്ങുന്ന ഒരാളുകളുടെ ഒരു ഉദ്ദേശവും മതേതര ജനാധിപത്യ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വിലപ്പോവില്ല. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ആശയങ്ങളും ആദർശങ്ങളും പലതുമാണെങ്കിലും ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്, ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഓക്കെ, അപ്പൊ നിന്റെ ഉദ്ദേശങ്ങൾ നടക്കില്ല. സ്കൂൾ കുട്ടികൾ വരും, വരാതിരിക്കും. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കറക്റ്റ് 1000കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ആ കൃത്യസമയത്ത് വരാൻ പറ്റാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ പാകിസ്ഥാനിൽ പോണോ? നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? നിന്റെ തന്ത ആരാണെന്ന് നിന്റെ തള്ളയോട് ചോദിക്കണ, പലതുള്ളിക്ക് പറഞ്ഞവനെ. ഓക്കെ, കാണാം. ഇതുപോലുള്ള അനീതികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. എത്ര വലിയ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിലും അവർക്കെതിരെ പ്രതികരിക്കും. ഇതാണ് എന്റെ നയം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.